പ്രധാനപ്പെട്ട എൻ്റെ കഞ്ഞി ഹസ്ബൻഡ് വായിക്കുവാൻ സ്വന്തം വൈഫ് എഴുതുന്നതെന്തെന്നാലേറെ അരിച്ചത്താൽ ചൊല്ലിടുന്നു ഹൗ ആർ യു. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് കരുതി സന്തോഷിക്കണ്ട. കാലമാട നിങ്ങൾക്ക് അവിടെ പോവല്ലാത്ത ബിസിയെന്ന് കേട്ടപ്പോ കലി കയറി. അഞ്ചോ ആറോ വർഷം മുമ്പ് നിങ്ങൾ വന്ന് അതിലുള്ളൊരു കുഞ്ഞിന് 3 വയസ്സായിന്ന്. താനെന്തു പണിയാടോ കാട്ടുന്ന കെട്ടോനെ മുങ്ങിയിട്ട് വർഷങ്ങളാറായി താൻ ഓർക്കുന്നു. എങ്ങനെ ഞാൻ സഹിക്കും എല്ലാം ഓർത്ത് ഇന്നും ഞാൻ ശപിക്കും. ദുഷ്ടാ നീ ഉടനടി മണിയോടരെടുത്തിട്ട് അയക്കുവാൻ തോന്നിയിടണം. എൻ പൈസയുടെ കൈച്ചൊന്നു തീർത്തിയിടണം. തിരുമൊന്ത കാണുവാൻ ഒരുപാട് കൊതിയുണ്ട്. പ്രാകുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. ഹനുമാന്റെ പടം കണ്ട് മോനെന്നും ചോദിക്കും. ബാപ്പന്റെ ഫോട്ടോല് കാണുന്നത് പൊന്നുമ്മ. അതു കേട്ട് ഞാൻ ചിരിക്കും. പാടച്ചോനെ പൊട്ടി പൊട്ടി ചിരിക്കും. കഷ്ടമാണ്. ഉടനടിയൊരു പടമെടുത്തിട്ട് ഫ്രൈമിട്ടയച്ചിടണം. പിള്ളേരെല്ലാം ബാപ്പാനെ കണ്ടിടട്ടെ. പൊട്ടണ് പൊട്ടണ് എൻ മാനം പൊട്ടണ്. ചുള്ളമരത്തിന്റെ കായ പോലെ ഇക്ക. നിങ്ങളെ ഓർത്തു ഞാൻ വെട്ടു വിരിച്ചപ്പോ അയലത്തെ ചെറുപ്പക്കാർ വാതിൽക്കൽ വന്നിട്ട് മുട്ടി മുട്ടി വിളിക്കും. നാബീസൂന്ന് തട്ടി തട്ടി വിളിക്കും. പാടച്ചോനെ ചില സമയത്ത് കലി കയറുമ്പോ പച്ചത്തേറി വിളിച്ച് വാതിലിൽ ഞാൻ കൊട്ടി കൊട്ടിയാടയ്ക്കും. നിങ്ങൾ വരുമ്പോൾ എന്ത് കൊണ്ടുവരും? പർദ്ദ ധരിക്കുവാൻ എന്നെ കൊണ്ടാവൂല. വേണമെങ്കിൽ ചുരിദാറോ സൽവാറോ വാങ്ങിച്ചോ. കരിപ്പൂര് വഴി തന്നെ വന്നാൽ മതി കേട്ടോ. കസ്റ്റംസ് കാർ പിടിക്കും. സൂക്ഷിക്കണം. സ്വർണം കടത്തിടണം. 5 കിലോ ചുസിനടിയില് പെട്ടിക്കടിയില് ഒളിപ്പിച്ചു കൊണ്ടുവരണം. വന്നാൽ നാട്ടിൽ ചെത്തി ചെത്തി നടക്കാം. ഈ കത്ത് വായിച്ച് ദേഷ്യം പീഡിക്കേണ്ട. സമ്പാദ്യമില്ലാതെ ഇങ്ങോട്ട് പോരണ്ട. അങ്ങനെ വന്നാലോ ചൂലെടുത്താട്ടും ഞാൻ. കാശുള്ള ചെക്കനെ കെട്ടാൻ മടിക്കൂല. കാശുള്ളോൻ കുഞ്ഞാലിക്ക. അല്ലാത്തവൻ വായും പൊളിച്ചിരിക്ക. മാറക്കേണ്ട. ചിത്രഗീത
സംഗീതം പരിപാടി തുടങ്ങാറയാതുകൊണ്ടു നിർത്തിയിടട്ടെ. ഗുഡ് നൈറ്റ്, ഞാൻ കത്ത് ചുരുക്കിയിടട്ടെ.